ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുക്ക് ആൻഡ് വീലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കി കുറച്ച് സ്റ്റിച്ചസും കൂടിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മളൊരു 12 സ്റ്റിച്ചസ് ആണ് കാണിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കുറച്ച് സ്റ്റിച്ചസും കൂടി പരിചയപ്പെടാം. അപ്പോൾ ആ മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. നമ്മൾ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റിച്ചസ് നോക്കാം. അപ്പോൾ നമ്മൾ 2 ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന് നമുക്ക് വേറൊരു പേരും കൂടിയുണ്ട്, ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്നും അതിനെ വിളിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ നീഡിൽ മുകളിലൂടെ എടുക്കുക. അതിനുശേഷം നമ്മൾ താഴത്തെ ലൈനിലൂടെ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുകളിലോട്ട് വരിക. എന്നിട്ട് ഈ ഒരു ത്രെഡ് ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ ഒരു ലെങ്ത്ത്, അതായത് ഓരോ സ്റ്റിച്ചിൻ്റെയും ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് മാറ്റി ചെയ്യാം. അപ്പോൾ കുറേ അകലത്തിലും വേണമെങ്കിൽ വെക്കാം, അതുപോലെ തന്നെ കുറച്ച് അടുപ്പിച്ച് നമുക്ക് വെക്കാം. ഇതിപ്പോൾ ഞാനൊരു മീഡിയം ലെങ്ത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടിയും അകലം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ചും കൂടി നീക്കി ചെയ്യാം. ഇതുപോലെ അപ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂടി കിട്ടും. ഇനി നമുക്കിത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടും ഈ ഒരു സ്റ്റിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ എടുക്കുക. അതിനുശേഷം അടുത്ത സ്റ്റിച്ച് നമുക്ക് അതിനോട് ക്ലോസ് ആയിട്ട് വളരെ അടുപ്പിച്ച് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക, ഗ്യാപ്പില്ലാതെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊരു ഫ്ലവറിൻ്റെ പെറ്റലായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ലീഫായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ, ഒരു ഷേപ്പ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഫില്ലിംഗ് സ്റ്റിച്ചും കൂടിയാണ് ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. അപ്പോൾ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുത്ത് കാണുന്നത് ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ നീഡിലെടുക്കുക താഴേന്ന്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു പോയിന്റിൽ, മറ്റേ ലൈനിൽ ഒരു പോയിന്റിലൂടെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ചെരിച്ചിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സെയിം പോയിന്റിലൂടെ എടുത്തിട്ട് വീണ്ടും ഇപ്പുറത്തേക്ക് ചെരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും നമ്മൾ ത്രെഡ് താഴെ കൂടെ എടുക്കുക. എന്നിട്ട് നീഡിലെടുക്കുക. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ പോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ക്രോസ് സ്റ്റിച്ചാണ്. ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ഇൻഡു പോലെ ഇട്ട് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ അതിൽ വേണമെങ്കിൽ നമുക്ക് പോയിന്റ്സ് ഇങ്ങനെ ഡോട്ട്സ് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു സൈസിൽ കിട്ടും. നമ്മൾ ആദ്യം ഇതുപോലെ നീഡിലെടുക്കുക. നമുക്ക് ക്രോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഇൻഡു പോലെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് കുത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കുത്തിയതിന് ശേഷം നമുക്ക് എത്തേണ്ടത് തിരിച്ച് ഇങ്ങോട്ടാണ്. അതായത് ഇവിടെ കുത്തിയതിന് ശേഷം നമുക്ക് ഇവിടേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൂടെ ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ക്രോസ് സ്റ്റിച്ച് ഭയങ്കര സിമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നമ്മൾ ആലോചിച്ചാൽ മതി. ജസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ലെഫ്റ്റിൽ നിന്ന് വേണം തുടങ്ങാൻ, അത് മാത്രം നമുക്ക് ആലോചിച്ചാൽ മതി. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇത് ക്രോസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണല്ലോ നമ്മൾ ക്രോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് വേണ്ടത് എവിടേക്കാണ്? ഇങ്ങോട്ട് വേണം നമ്മൾ കുത്താനായിട്ട്. ഇങ്ങോട്ട് കുത്തിയിട്ട് നമ്മൾ അടുത്ത് നമുക്ക് തുടങ്ങുന്നത് എപ്പോഴും ഇവിടെ ഒരു ക്രോസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും തുടങ്ങുന്നത് ഇടത്ത് ഭാഗത്ത് വേണം തുടങ്ങാനായിട്ട്, ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നീഡിൽ കുത്തിയിട്ട് എടുക്കേണ്ടത് ഈ സൈഡിൽ നിന്നാണ്. ലെഫ്റ്റിൽ നമുക്ക് മുകളിൽ നിന്ന് താഴെ നിന്ന് എടുക്കാം, പക്ഷേ ലെഫ്റ്റിൽ നിന്ന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം ഇവിടെ കുത്തിയിട്ട് ഇതിലൂടെ നമ്മൾ നീഡിലെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കുത്തിയിട്ട് ഇതിലൂടെ നമ്മൾ നീഡിലെടുത്തു. ഇനി നമുക്ക് കുത്താനുള്ളത് ഇവിടെയാണ്.
ഈ ഒരു പോയിന്റിൽ വേണം നമ്മൾ കുത്താനായിട്ട്. അപ്പോൾ ഇവിടെ കുത്തിയതിന് ശേഷം നമുക്ക് ഒന്നുകിൽ നമുക്ക് താഴോട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ താഴോട്ട് വരികയാണെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കുത്തിയതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടാണ് വരേണ്ടത്. അതിനുശേഷം നമുക്ക് വീണ്ടും ക്രോസ് ഇതുപോലെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ആണ് നമ്മൾ കുത്തുന്നത്. ഇവിടെ കുത്തി കഴിഞ്ഞ ശേഷം നമുക്ക് ഇപ്പുറത്തെ ക്രോസിന് വേണ്ടത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അടുത്ത സൈഡിൽ തന്നെ വേണം. അപ്പോൾ നമുക്ക് ഇവിടെ കുത്തി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വേണം വരാനായിട്ട്. സ്റ്റിച്ച് നമുക്ക് കൺഫ്യൂസിങ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതുപോലെ ഒരു ലൈനിന് നമ്മൾ ഒരേ സൈഡിലോട്ടുള്ള ലൈൻസ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതായത് സ്ലാൻഡിങ് ലൈൻസ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരു സൈഡിലോട്ടുള്ളത് മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനെ ക്രോസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏറ്റവും ഈസിയാണ്, കാരണം നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നില്ല. മറ്റേതാകുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അടുത്തായിട്ട് നമുക്ക് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഹെറിംഗ് ബോൺ സ്റ്റിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നീഡിലെടുക്കുക. ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഏറ്റവും ഭംഗി വരുന്നത് ബോർഡറിൽ ചെയ്യുമ്പോഴാണ്. ക്രോസ് സ്റ്റിച്ചൊക്കെ ബോർഡറായിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മൾ കൂടുതലും ഫില്ലിങ്ങിന് യൂസ് ചെയ്യാണ്, ഫ്ലവേഴ്സൊക്കെ ചെയ്യാണ് ഏറ്റവും ഭംഗി വരുന്നത്. അപ്പോൾ നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ നീഡിലെടുക്കുക. അതിനുശേഷം അപ്പുറത്തെ ലൈനിലെ ഒരു പോയിന്റിലൂടെ താഴോട്ട് കുത്തിയിട്ട് വീണ്ടും നമ്മൾ മുകളിലോട്ട് എടുക്കുക ഇതുപോലെ. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും വീതിയിൽ എടുക്കാവുന്നതാണ്. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഇപ്പുറത്തുനിന്ന് നമ്മൾ ഇപ്പുറത്തെ ലൈനിൽ ഇതുപോലെ കുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ നമ്മൾ ത്രെഡ് എടുത്ത ഭാഗവും ഈ ഒരു പോയിന്റും ഒരേ അലൈൻമെൻറ്റിലാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പുറത്ത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് കുത്തിയിട്ട് ഈ ഒരു പോയിന്റിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. നമ്മൾ ചെയ്യുന്നത് റേസ്ഡ് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയിൻ സ്റ്റിച്ച് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇതും എക്സാക്ട്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ ത്രെഡ് എടുക്കുക. അതിനുശേഷം നമ്മൾ അപ്പുറത്തെ ഓപ്പോസിറ്റ് ലൈനിൽ നമ്മൾ ഇതേ എൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ കുത്തിയിട്ട് അതേ ലൈനിൽ തന്നെ കുറച്ച് നീങ്ങിയിട്ട് നമ്മൾ വീണ്ടും നീഡിൽ ഇതുപോലെ പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പുറത്തും അതുപോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റ് എൻഡിൽ കുത്തിയതിന് ശേഷം തിരിച്ചും ഇങ്ങോട്ട് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലെ ഏറ്റവും മുകളിലൂടെ എടുക്കുകയാണ്.
അപ്പോൾ ഇത് ശരിക്കും ലൈൻസ് ആണ് വരുന്നത്. ഇത് ബാക്കിൽ ഷെയ്ഡാണ് വരുന്നത്, നമ്മുടെ ത്രെഡിന്റെ ഷെയ്ഡാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ ത്രെഡിന്റെ താഴെ കൂടെ എടുക്കുക. നമ്മൾ ഈ ഒരു ത്രെഡ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഹോൾഡ് ചെയ്യാം. ഇപ്പുറത്ത് നമ്മൾ റൈറ്റ് സൈഡിലൂടെ താഴേക്ക് നമ്മൾ സൂചി കൊണ്ടുവരാം. എന്നിട്ട് ഈ ഒരു ത്രെഡിൻ്റെ മുകളിലൂടെ വേണം നമ്മൾ സൂചി എടുക്കാനായിട്ട്. ഇതുപോലെ എടുക്കണം. ഓക്കെ, ഇതുപോലെ വേണം സൂചി വരാനായിട്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു നീഡിൽ വലിച്ചെടുക്കുകയാണ്. ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റേസ്ഡ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ മുഴുവൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ത്രെഡ് നമ്മൾ ഹോൾഡ് ചെയ്യാം. ഇപ്പുറത്ത് ഇതിലൂടെ എടുക്കുക. എന്നിട്ട് ഈ ത്രെഡിൻ്റെ മുകളിലൂടെ എടുക്കുക. സ്റ്റിച്ച് വേണമെങ്കിൽ നമുക്ക് സൈഡിലോട്ടായിട്ടും ചെയ്യാം. അപ്പോൾ കുറച്ച് നമ്മൾ സൈഡിലോട്ട് നീക്കി ചെയ്യാത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കണ്ടു. അത് തന്നെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യുന്ന രീതി കണ്ടു. പിന്നെ ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കണ്ടു. പിന്നെ ക്രോസ് സ്റ്റിച്ച് കണ്ടു. അത് നമ്മൾ 2 ടൈപ്പിൽ ചെയ്യുന്ന കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ്, ബ്ലൂ കളറിലുള്ളത്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് റേസ്ഡ് ചെയിൻ സ്റ്റിച്ച് കണ്ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോക്കാളും കുറച്ചും കൂടി കൺഫ്യൂഷൻ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇതിൽ ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്റ്റിച്ചസ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.